ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏതൊക്കെ ഫോം ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന 3 കാറ്റഗറി ഓഫ് ഫോം ഓഫ് ബിസിനസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വരുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറയുകയുണ്ടായി, നമുക്ക് ഫോം ഓഫ് ബിസിനസ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ പാർട്ണർഷിപ്പിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പാർട്ണർഷിപ്പ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് 1% കമ്പനി എന്നുള്ള ഒരു ഫോമിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന ഫോമിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടൈപ്പ് ഓഫ് ബിസിനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരൊറ്റ ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വളരെ ലീഗൽ ഫോം ഒന്നും ഇല്ലാതെ, ലീഗൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ അതിനെന്താണ് വേണ്ടത്? നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് ഒരു 2-3 ലക്ഷം രൂപ വേണം. നമുക്ക് ഒരു ഷോപ്പ് റെന്റിന് എടുക്കണം, അതുപോലെ തന്നെ അതിലേക്കുള്ള സാധനങ്ങൾ, സ്റ്റോക്ക് എല്ലാം നമ്മൾ മേടിച്ചു വെക്കണം. സോ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ വളരെ എളുപ്പത്തിൽ ലീഗൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്രൈറ്റർഷിപ്പ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു മൂലധനം, അതായത് ക്യാപിറ്റൽ ആയിട്ട് ഒരു എമൗണ്ട് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്ഥലം, എവിടെയാണോ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു റൂം നിങ്ങൾ കണ്ടുപിടിക്കണം. സോ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ലീഗൽ കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഒന്നുമില്ല എന്ന് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറയാൻ സാധിക്കും. രണ്ടാമതായിട്ട് വരുന്ന ബിസിനസ് മോഡലാണ് പാർട്ണർഷിപ്പ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും, പാർട്ണർ, അതായത് 2 അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ബിസിനസ് നടത്തുന്നതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ബേക്കറി ബിസിനസ്. ഇപ്പൊ എനിക്ക് ബേക്കറി തുടങ്ങാൻ താല്പര്യമുണ്ട്, എന്റെ ഫ്രണ്ടിനും ബേക്കറി തുടങ്ങാൻ താല്പര്യമുണ്ട്. സോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഞാൻ ഒരു 2 ലക്ഷം രൂപ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോ എന്റെ ഫ്രണ്ട് പറയുന്നു 1 ലക്ഷം രൂപ ഞാൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് ഇങ്ങനെയെല്ലാം ബിസിനസ് നടത്താം, സാലറി ആയിട്ട് ഇത്ര വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് ടേം, പ്രോഫിറ്റ് നമുക്ക് ഇത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനു വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. സോ ഇത്തരം കാര്യങ്ങൾ 2 അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ എഗ്രിമെന്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ബൈ റൈറ്റിംഗ്, അതായത് പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഒരു 2 പേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എഴുതാത്ത ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാർട്ണർഷിപ്പ് ഫേം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ആക്ട് 1932 കീഴിലായിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് പാർട്ണർഷിപ്പ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എഗ്രിമെന്റ് വേണമെന്ന് നിർബന്ധമില്ല. അതായത് 2 പേര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പറയുന്നു എഗ്രിമെന്റ് വേണ്ട, നമുക്ക് മ്യൂച്വലി കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ വെക്കാം, റിട്ടൺ ആയിട്ട് നമുക്ക് വേണ്ട. ഇനി അതല്ല, നിങ്ങൾക്ക് എന്താണ്, എഗ്രിമെന്റ് വേണം, 2 പേരും കൂടി ഇരുന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം എഴുതി പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ലീഗൽ ഫോം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ണർഷിപ്പ് ആക്ട് 1932 കീഴിലായിരിക്കും. അടുത്തതായി വരുന്ന ലീഗൽ ഫോം ഓഫ് ബിസിനസ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. നമ്മൾ പാർട്ണർഷിപ്പിൽ നിന്ന് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് തന്നെയാണ്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി.
ഒരു നോർമൽ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പോ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ബിസിനസ് നടത്തുന്നു, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് നടത്തുന്നു, നമുക്കൊരു ലയബിലിറ്റി ഉണ്ടാവുകയാണ്. നമ്മൾ ഈ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബിസിനസ്സിലെ എല്ലാ എമൗണ്ടും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതുപോലെ നമ്മുടെ ബിസിനസിന്റെ ക്യാഷ്, ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ലയബിലിറ്റി ഓവർകം ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അത് മാത്രം പോരാ എന്ന സാഹചര്യം വരുമ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അതുപോലെ പാർട്ണർഷിപ്പിന്റെ കേസിൽ നമ്മുടെ വീട്ടിലെ പേഴ്സണൽ അസറ്റ് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, എനിക്ക് ഒരു 10 ലക്ഷം രൂപ ലയബിലിറ്റി ഉണ്ടായി. 8 ലക്ഷം രൂപ എനിക്ക് എന്റെ പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റി. പക്ഷെ വീണ്ടും 2 ലക്ഷം രൂപ ലയബിലിറ്റി അവിടെ ഉണ്ട്. സോ ഈ 2 ലക്ഷം രൂപ ഞാൻ എന്റെ പേഴ്സണൽ അസറ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ അസറ്റിൽ നിന്ന് റിക്കവറി ചെയ്തിട്ട് നമുക്ക് ആ ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതായത് നമ്മൾ എത്രയാണോ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതുവരെയും ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നമുക്ക് ഒരു 10 ലക്ഷം രൂപ ലയബിലിറ്റി ഉണ്ട്. എന്റെ ബിസിനസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ്. സോ എന്റെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന എമൗണ്ട് 8 ലക്ഷമാണ്. സോ നമുക്ക് ആ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. നമുക്ക് വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ പ്രധാന വ്യത്യാസം ഈ പറഞ്ഞിരിക്കുന്ന ടേം ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് തന്നെയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് നിങ്ങൾ എന്തായാലും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 കീഴിലാണ്. അടുത്ത ഫോം ഓഫ് ബിസിനസ് ആണ് കമ്പനി. കമ്പനി നമുക്ക് 1% കമ്പനി ആയിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. 1% കമ്പനിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പേര് പറയുന്നത് പോലെ തന്നെ 1% കമ്പനി, അതായത് ഒരാൾ നടത്തുന്ന കമ്പനി. 1% കമ്പനി നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. കമ്പനീസ് ആക്ട് 2030 കീഴിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് തോന്നുന്ന ഒരു സംശയമാണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പും 1% കമ്പനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാൻ വളരെ എളുപ്പമാണ്, ലീഗൽ കോംപ്ലിക്കേഷൻ തീരെ ഇല്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. 1% കമ്പനി ആണെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, ലീഗൽ കോംപ്ലിക്കേഷൻ കുറച്ച് ഉണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിയുടെ ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു ഇൻവെസ്റ്ററിനോട് ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുന്നു എന്ന് പറയുന്നതും ഞാനൊരു കമ്പനി നടത്തുന്നു എന്ന് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഇൻവെസ്റ്റർ എപ്പോഴും ചൂസ് ചെയ്യുക 1% കമ്പനി അല്ലെങ്കിൽ കമ്പനി എന്ന ഫോം ആയിരിക്കും. സോ നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഫ്യൂച്ചറിൽ എൻ്റെ കമ്പനി വളരെ എക്സ്പാൻഡ് ചെയ്യും എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും 1% കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി വരുന്ന ടൈപ്പ് ഓഫ് കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് വേണം, 2 അതിലധികമോ സബ്സ്ക്രൈബേഴ്സ് വേണം. സോ 1% കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1% കമ്പനിയിലെ കമ്പനി തന്നെയാണ്, പക്ഷെ ഒരാളായിരിക്കും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. പക്ഷെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് 2 ആള് വേണം. നിങ്ങളുടെ ബിസിനസ്സിന് ഭാവിയിൽ ഒരുപാട് ഇൻവെസ്റ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കമ്പനി എന്നൊരു മേൽവിലാസവും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള മേൽവിലാസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, വൺസ് ഒരു ഇൻവെസ്റ്റർ ഷെയർസ് എന്തെങ്കിലും മേടിക്കുകയുണ്ടെങ്കിൽ ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പമാണ് കമ്പനിയുടെ കേസിൽ. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ചൂസ് ചെയ്യുക ഒരു കമ്പനി ടൈപ്പ് ബിസിനസ് ആയിരിക്കും. ഇതൊരു 1% കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഗവൺമെന്റ് സബ്സിഡീസ്. അതായത് നിങ്ങൾ കമ്പനി എന്ന ഫോമിൽ, അതായത് 1% കമ്പനി ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം. സോ ഈ ഫോമിലാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനെയോ സംബന്ധിച്ച്
ഗവൺമെന്റ് സബ്സിഡി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് 5 ബിസിനസ് മോഡലിനെ കുറിച്ചാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, 1% കമ്പനി, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സോ ഇതിന്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്പർ ഓഫ് പേഴ്സൺ, അതായത് നമ്മളെ ബിസിനസ് മാനേജ് ചെയ്യാൻ എത്ര ആളുകൾ ഉണ്ടായിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പേര് പോലെ തന്നെ സോൾ, അതായത് ഒറ്റ ആള് മാത്രമായിരിക്കും ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും ആണെങ്കിൽ മിനിമം 2 ആളുകൾ വേണം. അതുപോലെ തന്നെ 1% കമ്പനി പേര് പോലെ തന്നെ ഒരാളായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് 2 ആളുകളെങ്കിലും വേണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഏത് ആക്ടിന്റെ കീഴിലാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ആവശ്യം വരുന്നില്ല. പാർട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് പാർട്ണർഷിപ്പ് ആക്ട് 1932 കീഴിലാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 കീഴിലാണ്. കമ്പനി അത് 1% കമ്പനി ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവാം. ഇത് രണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് 2013 കീഴിലാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഫോം ഓഫ് ബിസിനസ്സിൽ നമ്മൾ ലീഗലി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ലീഗലി വളരെ ഈസിയാണ്. സോ ലീഗൽ കോസ്റ്റ് വളരെ കുറവാണ്. പാർട്ണർഷിപ്പും വളരെ കുറവാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ എന്തായാലും രജിസ്ട്രേഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ രജിസ്ട്രേഷൻ കോസ്റ്റ് അവിടെ വരും. ഇനി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനി രജിസ്ട്രേഷന് ഒരു കോസ്റ്റ് വരും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും, അതായത് ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തിട്ട്, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്തിട്ട് പുള്ളി അത് ഓഡിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എല്ലാം കറക്റ്റ് ആണ് എന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഓഡിറ്റ് വേണ്ടി വരും. സോ ഓഡിറ്റിനും ഒരു കോസ്റ്റ് വരും. സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി, അതായത് 1% കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലീഗൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതായത് ടാക്സ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് സ്ലാബ് റേറ്റിലാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ടാക്സില്, ഇൻകം ടാക്സില് ന്യൂ ടാക്സ് റെജിമും ഓൾഡ് ടാക്സ് റെജിമും ഉണ്ട്. സോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂ ടാക്സ് റെജിം ആണെങ്കിൽ 0 to 3 lakh നിൽ റേറ്റ് ആണ്. 3 to 6 lakh നിങ്ങളുടെ ടാക്സ് 5% ആണ്. 6 to 9 lakh 10% ആണ്. അതുപോലെ സ്ലാബ് റേറ്റ് ആണ്. ഓൾഡ് സ്കീം ആണെങ്കിൽ 0 to 2.5 ടാക്സ് ഇല്ല. 2.5 to 5 lakh 5% ആണ്. 5 to 10 lakh നിങ്ങളുടെ ടാക്സ് റേറ്റ് 20% ആണ്. സോ ഇങ്ങനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ടാക്സ് സ്ലാബ് വരുന്നത്. ഇനി നിങ്ങളുടെ ബിസിനസ് പാർട്ണർഷിപ്പിന്റെ മോഡൽ ആണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 30% ആണ്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റിന്റെ 30% നിങ്ങൾക്ക് ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിലും സെയിം തന്നെയാണ്. നിങ്ങളുടെ പ്രോഫിറ്റിന്റെ 30% നിങ്ങൾ ടാക്സ് ആയി കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ ബിസിനസ് മോഡൽ കമ്പനി ആണെന്ന് വിചാരിക്കുക. 1% കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം. നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 25% ആണ്. സോ ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രോഫിറ്റിന്റെ 5% വരെ നിങ്ങൾ ഇവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമില് ടാക്സ് ലയബിലിറ്റി പറയുന്നത് 30% ആണ്. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ലയബിലിറ്റി 25% ആണ്. ഇതില് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ലീഗൽ ഡോക്യുമെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മൾ പറയുകയുണ്ടായി, ഇതൊരു റിട്ടേൺ എഗ്രിമെന്റോ അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസോ തീരെ ഇല്ലാന്ന്. സോ ലീഗൽ ഫോമില് ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ ഇല്ല. പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് നിങ്ങൾക്ക് റിട്ടേൺ ആകാം, അല്ലെങ്കിൽ നമുക്ക് വാക്കാൽ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. സോ റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പില് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇനി നിങ്ങളുടെ ഫോം ഓഫ് ബിസിനസ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അത് 1% കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം. സോ ഇതിനു വേണ്ട ലീഗൽ ഡോക്യുമെന്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ.
അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, കമ്പനിയുടെ ലീഗൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഫണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വരുന്നത് നിങ്ങൾക്ക് സ്വന്തം പൈസ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ പാർട്ണർഷിപ്പും ഓൾമോസ്റ്റ് സെയിം ആണ്. ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്വന്തം പൈസ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബാങ്ക് അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്, ഫാമിലി മെമ്പേഴ്സ് അവിടെ നിന്ന് നമുക്ക് ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും ഏകദേശം സെയിം തന്നെയാണ്. പാർട്ണർഷിപ്പ് പോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സിന്റെ ഓൺ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരാം. ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാം. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുള്ള പൈസ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ട് റേസ് ചെയ്യാം, പ്ലസ് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണെങ്കിൽ ഫോറിൽ നിന്ന് പോലും നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാം. സോ ഫണ്ട് റേസ് ചെയ്യാൻ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു മോഡലാണ് കമ്പനി. അത് 1% കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലയബിലിറ്റിയെ കുറിച്ചാണ്. നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, നമ്മുടെ ലയബിലിറ്റി പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് നമ്മുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതായത് ബിസിനസ്സിന് ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ അസറ്റ് എടുത്ത് നമ്മൾ ആ ലോസ് മീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അതുപോലെ തന്നെ കമ്പനി 1% കമ്പനി ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കാം, ഇതിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. സോ നമ്മളെ പേഴ്സണൽ അസറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഞാൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് തുടങ്ങി ഞാൻ പാർട്ണർഷിപ്പിലോട്ട് മാറാൻ പറ്റുമോ, അത്തരം ഡൗട്ടുകൾ. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫോം ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേറെ ഫോമിലോട്ട് മാറാൻ സാധിക്കും. പക്ഷെ ലീഗൽ വർക്ക്സ് എല്ലാം ഉണ്ടായിരിക്കും. സോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കമ്പനിയിലോട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് കമ്പനിയിലോട്ട് മാറാൻ സാധിക്കും. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോം ഓഫ് ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ചില ഫോമിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, ചില ഫോമിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടൈപ്പ്, നിങ്ങൾ ഏത് ബിസിനസ് ആണോ ആഗ്രഹിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ ഫോം ഓഫ് ബിസിനസ് ചൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ട്, അതായത് ലീഗൽ ഫോംസ് എല്ലാം കുറവാണ്, അത്തരം ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാക്സ് നമ്മൾക്ക് കുറവാണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണോ ആഗ്രഹിക്കുന്നത്, സോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫോം ഓഫ് ബിസിനസ് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ തീരുമാനിക്കാൻ. സോ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ബിസിനസ് ചൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയുമായി നമ്മൾ കാണുന്നവരേക്കും ബൈ.